കഥാവായ യേശുവിൻ്റെ നിസ്തുല്യ തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ ദിവസം കൂടി കാണുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ കൃപയ്ക്കായി നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരാം. ഹല്ലേലൂയ. ദൈവത്തിന് കൊടുപ്പിൻ, അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുപ്പിൻ. ദൈവത്തിന് ഓരോ നിമിഷവും നാം നന്ദിയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. എല്ലാറ്റിനായും സ്തോത്രം പറയണം. എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടമെന്ന് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുന്നു. ഹല്ലേലൂയ. എന്ന് പ്രഭാതത്തിലും നമുക്ക് ചുറ്റും നോക്കിയാലുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും നമ്മെ മടുപ്പിച്ച് നമ്മെ പ്രാർത്ഥിപ്പാൻ നമുക്ക് മനസ്സില്ലാതെയാക്കി നമ്മുടെ സന്തോഷത്തെ കെടുത്തിക്കളഞ്ഞ് അങ്ങനെ എല്ലാം ആക്കുമ്പോഴും മനഃപൂർവ്വമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ എല്ലാറ്റിനായി ദൈവം നൽകിയിരിക്കുന്ന എല്ലാറ്റിനായി നന്മയാണോ തിന്മയാണോ നമ്മുടെ ജീവിതത്തിൽ പരാജയമെന്ന് തോന്നിയാലും വീഴ്ചയെന്ന് തോന്നിയാലും താഴ്ചയെന്ന് തോന്നിയാലും എല്ലാം പ്രതികൂലമെന്ന് തോന്നിയാലും അതിനെ നോക്കി സ്തോത്രം പറയുവാൻ നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് ദൈവം നാം വിചാരിക്കാത്ത, നമ്മുടെ ബുദ്ധിക്കെത്താത്ത, നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്ത, ചെവി കൊണ്ട് കേൾക്കാത്ത ഒരു വലിയ നന്മ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കും. ഹല്ലേലൂയ. പല സങ്കടങ്ങളിട്ട് നമ്മുടെ മുന്നിൽ മതിലുകൾ തീർക്കുമ്പോൾ അതിനപ്പുറത്തുള്ള പച്ചപ്പും സമൃദ്ധിയും കാണുവാനായി ഇന്ന് പകൽക്കാലവും കർത്താവിൻ്റെ സന്നിധിയിൽ നന്ദിയും സ്തോത്രത്തോടും കൂടെ അടുത്ത് വന്ന് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കരുണയും കൃപയുമുള്ള ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അപ്പാ, ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ അവിടുത്തെ പാദപീഠത്തിങ്കിലേക്ക് അടുത്തു വരുന്ന കർത്താവെ, സ്വർഗം അങ്ങയുടെ സിംഹാസനമാണല്ലോ. അവിടുന്ന് രാജാതിരാജാവായ സിംഹാസനത്തിൽ ചെങ്കോലിട്ട് വാഴുമ്പോൾ കർത്താവെ, ഭൂമിയിൽ ഞങ്ങൾ അങ്ങയുടെ മക്കളായി, അവിടുത്തെ സ്വന്തം ജനമായി, അങ്ങയുടെ പ്രജകളായി, ദൈവമേ, ഭൂമിയിൽ അങ്ങയെ പ്രതിനിധീകരിക്കുന്ന രാജാക്കന്മാരും പുരോഹിതന്മാരുമായി അങ്ങ് യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുത്ത് ഞങ്ങളെ ആക്കി വച്ചിരിക്കുമ്പോൾ കർത്താവെ, ആ പൊസിഷൻ കീപ്പ് ചെയ്യുവാൻ ദൈവമേ, അങ്ങ് നൽകിയിരിക്കുന്ന പദവിയിൽ ഞങ്ങൾ നിലനിൽക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. പരിശുദ്ധാത്മാവ് അതിനു വേണ്ടി ഓരോ ദിവസവും ഞങ്ങളെ ഉണർത്തണമേ. ഞങ്ങളുടെ മനസ്സിൽ കർത്താവേ, പലപ്പോഴും മനുഷ്യർ പറഞ്ഞിരിക്കുന്ന നെഗറ്റീവായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ഞങ്ങൾക്ക് പോലും ഞങ്ങളെക്കുറിച്ചൊരു വിലയില്ലാതെ ദൈവമേ, ഞങ്ങളുടെ ബലഹീനതകളും ഞങ്ങളുടെ തിന്മകളും ഒക്കെ ഓർത്ത് വില കുറഞ്ഞവരായി ഞങ്ങൾക്ക് സ്വയം തോന്നുന്ന അവസ്ഥയിൽ നിന്ന് ദൈവം ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിച്ചിരിക്കുന്ന അവിടുത്തെ കണ്ണിലെ കൃഷ്ണമണിയാണ് അങ്ങയുടെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. ഞങ്ങളെ മാന്യരും വിലയേറിയവരുമെന്ന് എണ്ണിയിരിക്കുന്നു, അവിടുത്തെ മക്കളാക്കിയിരിക്കുന്നു, അവിടുത്തെ ജനമാക്കിയിരിക്കുന്നു എന്ന വലിയൊരു ബോധ്യത്തോടെ ക്രിസ്തുവേശുവിൻ്റെ ജയം ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ആഘോഷിക്കുവാൻ, ക്രിസ്തുവേശുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുന്ന കർത്താവിനെ ഓർത്ത് അപ്പോൾ ജയകരമായൊരു ക്രിസ്തീയ ജീവിതത്തിന് വേണ്ടി അവിടുന്ന് ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിലെ ആദ്യ സ്നേഹം ഞങ്ങൾക്ക് ഒരിക്കലും വിട്ടുകളയുവാൻ ഇടവരുത്തരുതേ. പിശാച് ഞങ്ങൾക്ക് നേരെ പലതും ഉയർത്തി, ഹല്ലേലൂയ കർത്താവേ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ വലിച്ചു കളയുവാൻ, ഞങ്ങളെ പിന്മാറിക്കളയുവാൻ, ഞങ്ങൾ വീണു പോകുവാൻ ഇടവരുത്തരുത്. അപ്പോൾ ഓരോ ദിവസവും ഞങ്ങൾ പ്രാർത്ഥനയിൽ അടുക്കുമ്പോൾ ദൈവമേ, അത് ഈ ലോകത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനേക്കാൾ ഉപരിയായി ഞങ്ങളുടെ അപ്പനുമായി, ഞങ്ങളുടെ കർത്താവുമായി, ഞങ്ങളുടെ മണവാളനുമായിട്ടുള്ള ആ ബന്ധത്തിൽ അടുത്തു വരുവാൻ, ദൈവസ്നേഹം ഞങ്ങളിൽ കവിഞ്ഞൊഴുകുവാൻ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുള്ള സ്നേഹം വർദ്ധിക്കുമ്പോൾ അത് ഞങ്ങൾക്ക് ചുറ്റുമുള്ള മനുഷ്യരെ സ്നേഹിക്കുവാൻ ഞങ്ങളെ ഒരുക്കുമല്ലോ. അപ്പാ ദൈവമേ, ഞങ്ങളുടെ കയ്പുള്ള ഹൃദയങ്ങൾ മാറട്ടെ, ക്ഷമിക്കുവാൻ കഴിയാതിരിക്കുന്ന അവസ്ഥകൾ മാറട്ടെ, മറ്റുള്ളവരെ സ്നേഹിക്കുവാനും ഉൾക്കൊള്ളുവാനും കഴിയാതിരിക്കുന്ന ദൈവമേ ആ മറകൾ, പിശാച് ഞങ്ങളിലിരുന്ന ചില വിത്തുകൾ കർത്താവേ പൂർണ്ണമായിട്ട് ഞങ്ങളിൽ നിന്ന് നീങ്ങിപ്പോയി ഞങ്ങൾ നല്ല ശമര്യക്കാരായി മാറുവാൻ അവിടെ നിന്ന് സഹായിക്കണം അപ്പച്ച. മറ്റുള്ളവരുടെ മുറിവ് കെട്ടുന്ന, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്ന, മറ്റുള്ളവരെ ബലപ്പെടുത്തുന്ന, അവരുടെ ബലഹീനതകളിൽ തുണ നിൽക്കുന്ന നല്ല ശമര്യക്കാരനായി മാറുവാൻ തക്കവണ്ണം ആശ്വാസത്തിൻ്റെ വചനങ്ങൾ ഞങ്ങളുടെ അധരങ്ങളിൽ ഉണ്ടായിരിക്കാൻ അവിടെ നിന്ന് സഹായിക്കണമെന്ന് പകൽക്കാലവും ദൈവമേ, പ്രാർത്ഥനയിൽ അടുത്ത് വരുന്ന ഓരോ പ്രിയ മക്കളും അവരുടെ കുടുംബങ്ങളും അനുഭവിക്കുന്ന എല്ലാ വേദനയും പ്രയാസത്തെയും ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ചില കുഞ്ഞുങ്ങൾ ദൈവമേ പനിയുടെ ചുമയുടെ ഒക്കെ പ്രയാസത്താലായിരിക്കുന്നു. ദൈവമേ, അവരുടെ പഠനത്തിൽ ചില വൈകല്യങ്ങൾ അവർ അനുഭവിക്കുന്നു. ഭാവി ജീവിതം സംബന്ധിച്ച് എത്ര ശ്രമിച്ചിട്ടും ഒരു വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയാതിരിക്കുന്ന ചില തലമുറകളുണ്ട്. ദൈവമേ, തെറ്റായ ചില ബന്ധങ്ങളിൽ പോയി കുടുങ്ങിപ്പോയവരുണ്ട്. മടങ്ങി വരുവാൻ ആഗ്രഹിച്ചിട്ട് പിശാച് ദൈവമേ ചില തന്ത്രങ്ങൾ ഒരുക്കി അവരെ അതിൽ കുരുക്കി കളയുവാൻ ഇട്ടിരിക്കുന്ന എല്ലാറ്റിൽ നിന്നും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്വതന്ത്രമാകുവാനായി പ്രാർത്ഥിക്കുന്ന പച്ച. ഹല്ലേലൂയ. അവരുടെ ശാരീരിക വൈകല്യങ്ങൾ, മാനസികമായി കർത്താവേ, ചില കുഞ്ഞുങ്ങൾ സ്കൂളിൽ മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെട്ട അവസ്ഥയിലായിരിക്കുന്നു. ദൈവമേ, അവരുടെ വിഷമം അവർക്ക് പങ്കുവയ്ക്കുവാൻ ആരുമില്ലാതെ, വീട്ടിലും ആരോടും പറയുവാൻ കഴിയാതെ കുഞ്ഞുങ്ങൾ ദൈവമേ ഒരു ട്രോമയിലേക്കൊക്കെ കടന്നു പോകുന്ന അവസ്ഥകളിൽ നിന്ന് അത്ഭുതകരമായി അവരിലൊരു ആന്തരിക സൗഖ്യം നൽകി പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയത്തിൻ്റെ
ഉള്ളറകളിലേക്ക് ഇറങ്ങി അവർക്ക് ആവശ്യമായിരിക്കുന്ന ആലോചന നൽകി അവരിൽ ദൈവം കണ്ടിരിക്കുന്ന വലിയ സ്വപ്നത്തെ പുറത്തെടുക്കുവാൻ ഈ ദിവസങ്ങളിൽ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. ഹല്ലേലൂയ കർത്താവേ, ഞങ്ങൾ കർത്താവിൻ്റെ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തെറ്റായിരിക്കുന്ന ദുരുപദേശങ്ങൾ ഈ നാളുകളിൽ സഭയിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ. ദൈവഹിതമല്ലാത്ത ദൈവമേ മറ്റൊരു ആരാധനയും മറ്റൊരു സുവിശേഷവും ദൈവമേ ഈ ലോകത്തിൻ്റെ ലോകത്തിലൊക്കെ അകപ്പെടുത്തി കളയുന്നത് പോലെയുള്ള ദൈവമേ മറ്റൊരു സുവിശേഷത്തിലേക്ക് സഭ കടന്നു പോകാതെ വചനത്തിൻ്റെ പഥ്യ ഉപദേശത്തിലും ശാസനത്തിലും ഗുണീകരണത്തിലും നിലനിൽക്കുന്ന ദൈവസഭയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച. ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളെ തിരിച്ചറിയുവാൻ അവിടെ നിന്ന് ഞങ്ങളെ സഹായിക്കണം കർത്താവേ. ഞങ്ങൾ ബുദ്ധിയുള്ളവരായിരിക്കാൻ, ജ്ഞാനമുള്ളവരായിരിക്കാൻ, വിവേചനമുള്ളവരായിരിക്കാൻ, വിവേകമുള്ളവരായിരിക്കാൻ അവിടെ നിന്ന് ഈ കാലഘട്ടത്തിൽ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. യേശുവിൻ്റെ നാമത്തിൽ ഓരോ വിഷമതകളിലിരിക്കുന്നവർ, ഭവനത്തിൻ്റെ പണിക്കായി ദൈവമേ വസ്തുക്കൾ വിൽക്കുന്നതിനായി, വിവിധ തരത്തിലുള്ള സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വേണ്ടി കരയുന്നവരെ കർത്താവേ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അപ്പോൾ ആ പുതുവഴികൾ അവിടെ നിന്ന് തുറക്കണമേ, കരുതലുകൾ അവിടെ നയിക്കണമേ. പിശാച് ഇവർക്ക് മുന്നിൽ അടച്ച വഴികൾ, വാതിലുകളെ യേശുവിൻ്റെ നാമത്തിൽ തുറക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ. ഇന്ന് പകൽക്കാലം രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായിരിക്കുന്ന സൗഖ്യവും വിടുതലും ശരീരങ്ങളിൽ അനുഭവിക്കുവാൻ അവിടെ നിന്ന് ഇടവരുത്തണമേ കർത്താവേ. ലങ്സിനെ സംബന്ധിച്ചുള്ള എല്ലാ ഇൻഫെക്ഷനുകൾ, എല്ലാ ദൈവമേ ബ്രോങ്കൽ അലർജികൾ, ചുമയുടെ പ്രയാസം, കഫക്കെട്ടുകൾ, ന്യൂമോണിയ ഒക്കെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുവാനായി പ്രാർത്ഥിക്കുന്ന പച്ച. പ്രായാധിക്യം മുഖേനയുള്ള ശാരീരിക ബലഹീനതകൾ ഒന്നും ചെയ്യുവാൻ ദൈവമേ മെഡിസിനും വീട്ടുകാർക്കും ഒന്നും ചെയ്യുവാനില്ലാതെ ദൈവമേ വാർദ്ധക്യത്തിൽ അനുഭവിക്കുന്ന എല്ലാ പീഡകളിൽ നിന്ന്, ശാരീരിക അവസ്ഥകളിൽ നിന്ന് അപ്പോൾ ആ സൗഖ്യവും വിടുതലും അവിടെ നിന്ന് കൊടുക്കണം, ആശ്വാസത്തെ കൊടുക്കണം ദൈവമേ. സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഡയാലിസിസ് പേഷ്യൻസിനായി പ്രാർത്ഥിക്കുന്നു. ഹാർട്ട് കംപ്ലൈൻ്റ് ഉള്ളവരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ക്യാൻസർ രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു. ഷുഗർ കംപ്ലൈൻറ്റുകൾ ഇന്ന് പകൽക്കാലം നോർമലാകുവാനായി പ്രാർത്ഥിക്കുന്ന പച്ച. എല്ലാറ്റിലും ഉപരിയായി മാനസികമായി കർത്താവ് ഇന്ന് ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷം ഞങ്ങളുടെ ഭവനങ്ങളിൽ ഉണ്ടാകുവാൻ, സമാധാനവും സ്വസ്ഥതയും ഞങ്ങളുടെ ഭവനത്തിൽ ഉണ്ടാകുവാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഓരോ പ്രിയ മക്കളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിദേശത്തും സ്വദേശത്തും കർത്താവേ സ്തോത്രമായിരിക്കുന്ന ഭവനത്തിൽ നിന്ന് മാറിയായിരിക്കുന്ന കുഞ്ഞുങ്ങളെ, കുടുംബങ്ങളെ, സഹോദരങ്ങളെ, ദൈവമേ മാതാപിതാക്കളെ ഒക്കെ കർത്താവെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കാലാവസ്ഥയിൽ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ വിൻ്ററിലേക്ക് കടന്നു പോകുന്നു കർത്താവെ. ആ ക്ലൈമറ്റിനെല്ലാം ജയിപ്പാനുള്ള കൃപ ഓരോരുത്തരുടെ ശരീരത്തിനും അവിടെ നിന്ന് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആപത്തുകൾ, അനർത്ഥങ്ങൾ, ദുഷ്ടമനുഷ്യരിൽ നിന്ന്, മൃഗങ്ങളിൽ നിന്ന് യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ അവിടെ ഞങ്ങളെ വീണ്ടെടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യത്തിൽ പ്രകാരം എഴുതിയിരിക്കുന്നു: എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ ക്ഷീണിച്ചു പോകാതെ നടക്കുകയും തളർന്നു പോകാതെ ഓടുകയും കഴുകനെ പോലെ ചിറകടിച്ച് പറന്നുയരുകയും ചെയ്യും എന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യം അവിടെ എഴുതിയിരിക്കുന്നു. ഈ ലോകത്തിലേതവസ്ഥയിലായിരുന്നാലും പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടിയില്ല, ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിച്ചില്ല, സങ്കടങ്ങളിൽ പലതും മാറിപ്പോയില്ല എന്നെല്ലാം കരുതുന്നവരോട് കർത്താവ് പറയുന്നു, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അപ്പോൾ ഈ ഭൂമിയിൽ ഒരു കാത്തിരിപ്പ് നമുക്ക് പല കാര്യത്തിലും ആവശ്യം. നൊടിയിട കൊണ്ട് ഫാസ്റ്റ് ഫുഡിനെ പോലെ ഇങ്ങനെ കഴിഞ്ഞൊടിക്കുമ്പോൾ എല്ലാ അത്ഭുതങ്ങളും നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുക എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അസാധ്യമായിരിക്കുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ കർത്താവ് വേഗത്തിൽ അത്ഭുതങ്ങളെ ചെയ്തു എന്ന് വരും. എങ്കിലും നാം ദൈവസന്നിധിയിൽ കാത്തിരിക്കുക എന്നുള്ളത് ഒരു ദൈവ പൈതലിൻ്റെ ഉത്തരവാദിത്തമാണ്. കാരണം അവിടെ ദൈവം നമ്മെ ദൈവഹിതപ്രകാരം രൂപപ്പെടുത്തുകയാകുന്നു. ആ കാത്തിരിപ്പിൻ്റെ ഇടയിൽ അവിടെ ഒരു പക്ഷിയെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, കഴുകനെ പോലെ ചിറകടിച്ച് പറന്നുയരെ. ഹല്ലേലൂയ. കഴുകൻ്റെ ജീവിതത്തിൽ പല പല കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനുണ്ട്. എങ്കിലും ഒരു കഴുകൻ തൻ്റെ ആയുസ്സിൻ്റെ മധ്യത്തിൽ അല്ലെങ്കിൽ 40 വർഷത്തോളം കഴുകൻ വളരെ ശക്തമായി ജീവിച്ചതിന് ശേഷം ആ കഴുകൻ്റെ ചിറകുകളെല്ലാം വല്ലാതെ ഒട്ടിപ്പിടിച്ച് നഖത്തിലും ചുണ്ടിലുമെല്ലാം അതിൻ്റെ മൂർച്ച പോയി, അഴുക്കെല്ലാം വന്ന് നിറഞ്ഞ് മൂർച്ച പോയി. അങ്ങനെയെല്ലാം ആകുമ്പോൾ ഒരു കഴുകൻ അല്ലെങ്കിൽ അത്തരവസ്ഥയിലെത്തിയ ആ പ്രായത്തിലേക്ക് എത്തിയ കഴുകൻ, വാർദ്ധക്യം പോലെ ഒന്നും ചെയ്യുവാൻ കഴിവില്ലാതാകുന്ന ആ കഴുകൻ അവൻ ദൂര സ്ഥലത്തേക്ക് പോകും. പാറയുടെ മുകളിൽ അല്ലെങ്കിൽ ആ വലിയ മരത്തിലോ അങ്ങനെയുള്ള ഒളി സ്ഥലങ്ങളിലേക്ക് പോയി ആ കഴുകൻ ആ പാറയുടെ മുകളിൽ തൻ്റെ ചുണ്ടിനെ എല്ലാം കുത്തിപ്പറിക്കും, തൻ്റെ രോമത്തെ എല്ലാം ശരീരത്തിൽ നിന്ന് വലിച്ചു പറിക്കും. അത് അവസാനം
അവസാനം ആദ്യം കുഞ്ഞു പ്രായത്തിൽ ഉണ്ടായിരുന്ന ഒരു കഴുകൻ്റെ മാംസപിണ്ഡം പോലെ അതായിത്തീരും. ആ സമയം കൂടെയുള്ള മറ്റ് കഴുകന്മാരായിരിക്കും ഇര പിടിക്കാൻ പോകുകയില്ല, മരിച്ചു പോകാതിരിപ്പാൻ, അത് ചത്തു പോകാതിരിക്കുവാൻ കൂടെയുള്ള കഴുകന്മാരെല്ലാം അതിന് ആഹാരമൊക്കെ കൊണ്ടുവന്ന് സഹായിക്കും. പതിയെ പതിയെ ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ കഴിയുമ്പോൾ ഈ കഴുകൻ, ആ മാംസപിണ്ഡം പോലെ ഇരുന്ന കഴുകൻ്റെ ശരീരത്തിൽ പുതിയ തൂവലുകൾ വരും. അതിൻ്റെ ത്വക്കിന്, അതിൻ്റെ ചുണ്ടിന് മൂർച്ച കൂടും, അതിൻ്റെ വിരലുകൾക്ക് മൂർച്ച കൂടും. അങ്ങനെ പതിയെ പതിയെ ആ കഴുകൻ പിന്നെയും അനന്തവിഹായസിൽ ആകാശത്തിൻ്റെ ഉയരങ്ങളിലേക്ക് അത് പറന്നുയരുകയും അതിൻ്റെ ജീവിതത്തിൻ്റെ അടുത്ത കാലഘട്ടം വിജയകരമായി അത് പൂർത്തിയാക്കുകയും ചെയ്യും. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ കഴുകനെ പോലെ നമ്മുടെയും ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ നമ്മുടെ മൂർച്ച പോയി, നമുക്ക് നടക്കുവാനുള്ള വേഗം കുറഞ്ഞു, ചിന്തിക്കുവാനുള്ളത് പോയി, നമുക്ക് ഒന്നും ചെയ്യുവാൻ മനസ്സില്ലാതെ വണ്ണം പലപ്പോഴും തളർന്നു പോകുമ്പോൾ ആ കഴുകനെ പോലെ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന്, മറ്റ് മൃഗങ്ങളിൽ നിന്നും എല്ലാം മാറി താമസിച്ചതുപോലെ നാമും ദൈവസന്നിധിയിലേക്ക് ഒന്ന് കടന്നു പോവുക. അവിടെ ഇരുന്ന് നമ്മുടെ പഴയതിനെയെല്ലാം, പഴയ ചിന്തകളെ, പഴയ പ്രവർത്തനങ്ങളെ ഒക്കെ നമ്മൾ മാറ്റിവെച്ച് പുതിയ ദൈവിക ചിന്തകളുമായി എഴുന്നേൽക്കുവാൻ, അങ്ങനെ നാം ശക്തരായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ടാണ് പ്രവാചകൻ പറയുന്നത്, യഹോവയെ കാത്തിരിക്കുന്നവർ കഴുകനെ പോലെ ചിറകടിച്ച് പറന്നുയരും. നിങ്ങളുടെ ക്ഷീണം മാറട്ടെ, നിങ്ങളുടെ വിഷമതകൾ മാറട്ടെ. ദൈവം നിശ്ചയമായി നിങ്ങളെ കഴുകനെ പോലെ പറന്നുയരുവാൻ സഹായിക്കുക തന്നെ ചെയ്യും. ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ, ക്ഷമയോടെ കാത്തിരിക്കുക. ആമേൻ.